അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ സംവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ താനൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 5 വർഷം നടന്ന കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി, കുറെ കാലങ്ങളായി അവിടെ ഭരിക്കുന്നത് UDF ആണ്, ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നത് മുൻ താനൂർ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ ഷംസുദ്ദീനാണ്. പ്ലീസ്. താനൂർ നഗരസഭയായിട്ട് 10 വർഷം പൂർത്തിയാവുകയാണ്. ഒരു പിച്ച വെച്ച് നടക്കുന്ന നഗരസഭയായിട്ട് അതിനെ നമുക്ക് കാണേണ്ടതുള്ളൂ. ബാലാരിഷ്ടതകൾ ധാരാളമുള്ള, ജനസംഖ്യകൾ ധാരാളമുള്ള, വളരെ ചുരുങ്ങിയ ഒരു അവികസിത ഒരു പ്രദേശമായിരുന്നു അത്. മത്സ്യത്തൊഴിലാളികൾ അതുപോലെ ആളുകൾ തിങ്ങി താമസിക്കുന്ന മേഖലയാണ്. ഈ മേഖലയാണ് നമ്മൾ ഏറ്റവും വലിപ്പമുള്ള ഒരു പഞ്ചായത്തിനെ നഗരസഭയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു 10 വർഷത്തിനിടയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എല്ലാവരെയും നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നഗരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ തന്നെ പ്രിയപ്പെട്ട NDA പ്രതിനിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, PMAY പദ്ധതി ഇവർ കൊണ്ടുവന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള വീട് കൊടുക്കുന്നത്. താനൂർ നഗരസഭ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത PMAY പദ്ധതിയിൽ വീട് കൊടുത്തൊരു നഗരസഭയായിരുന്നു. 1750 വീടുകളാണ് ഒന്നാം ഭരണസമിതി ചെയ്തിരുന്നത്. അതിൽ ആ 1750 വീടുകൾ PMAY കൊടുക്കുമ്പോൾ അതതിന് തൊട്ടുമുമ്പത്തെ വർഷവും ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് വരിക്കും ഇന്ദിരാ ആവാസ് യോജന, IAY എന്നാണ് ആ വീടിൻ്റെ പേര്. അതിപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാമകരണത്തിൽ ഇട്ടൊരു പദ്ധതിയെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്. അതിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 4 ലക്ഷം രൂപയാണ് ഈ PMAYയിലേക്ക് ഒരു ഗുണഭോക്താവിന് നമ്മൾ വീട് തുക കൊടുക്കുന്നത്. അതിൽ നഗരസഭ നൽകുന്നത് 2 ലക്ഷം രൂപയാണ്. സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് വെറും 50,000 രൂപയാണ്. സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് വെറും 50,000 രൂപയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ അതിൽ 1.5 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതിനും അപ്പുറത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു 30,000 രൂപയോളം അവർക്ക് അധികമായി കൊടുക്കും. 4,30,000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1750 വീട് ആ ഘട്ടത്തിൽ കൊടുക്കുമ്പോൾ രണ്ടാമത് ഇപ്പോൾ വന്ന ഭരണസമിതി നമ്മൾ നൽകിയത് 750ഓളം വീടുകളാണ്. 5, 6, 7, 8 DPRകളിലൂടെ നമ്മൾ 750ഓളം വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ബഹുഭൂരിപക്ഷം വീടുകൾക്കും നമ്മൾ തുകകൾ പൂർത്തീകരിച്ച് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളമാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 22 കോടിയുടെ കുടിവെള്ള പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് വലിയൊരു നേട്ടമാണ്. തീരദേശ മേഖലയും ഉപ്പുവെള്ളം വരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിലെ കണക്ഷൻ നമ്മൾ അവിടെയും ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി MLA മുൻ രണ്ടത്താണി MLA വിഭാവനം ചെയ്തതും പുതിയ നിലവിലുള്ള MLA അത് തുടർ പദ്ധതിയായി കൊണ്ടുനടക്കുന്ന ഒരു 100 കോടിയുടെ 110 കോടിയുടെ കുടിവെള്ള പദ്ധതിയിലേക്ക് നഗരസഭ ചേരുകയാണ്ടത്. ശരിക്കും വേണമെങ്കിൽ അമൃത കുടിവെള്ള പദ്ധതിയിൽ നമുക്കൊരു ചെറുകിട പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാം. അതാണ് അതിൻ്റെ ലക്ഷ്യവും. പക്ഷേ നമ്മളിവിടെ നമ്മളെ വാട്ടർ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും അതിനോട് എതിര് നിൽക്കുകയും നിലവിലുള്ള പദ്ധതിയിൽ ലിങ്ക് ചെയ്യണമെന്ന് പറയും. കാരണം എന്താ, നിലവിലുള്ള പദ്ധതി 110 കോടിയുടെ കുടിവെള്ള പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് കുടിവെള്ളം വീട്ടിലെത്തണമെങ്കിൽ ഏകദേശം 10,000 രൂപയോളം ഒരു ഗുണഭോക്താവ് നൽകണമെന്ന ആ തുക നഗരസഭ അമൃത് പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണുള്ളത്. 10,000 രൂപ ഓരോ ഗുണഭോക്താവിന് വേണ്ടിയുള്ള തുക നഗരസഭ അവരുടെ വീട്ടിനകത്തേക്ക് ടാപ്പും മീറ്ററുള്ള കണക്ഷൻ നമ്മൾ നൽകുകയാണ്. അതേപോലെ തന്നെ പ്രദേശത്തേക്ക് നമ്മൾ 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ സാധാരണ ഒരു ഒട്ടുംപുറത്തും അതേപോലെ തന്നെ കാരാടും കണ്ണന്തളിയിലും നമ്മൾ 3 ചെറിയ ആശുപത്രികൾ കൊണ്ടുവന്നുള്ളതാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മേഖലയിലേക്ക് നമ്മൾ ആശുപത്രികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു EMSൻ്റെ ഭരണകാലത്ത്. അന്ന് കൃഷി വകുപ്പ് ഇറിഗേഷൻ വകുപ്പിലുണ്ടായ ഒരു തടയണുണ്ട് പെരുന്തോട് VCB. അത് നമ്മളൊരു 65 ലക്ഷം രൂപ വകയിരുത്തി ആ പെരുന്തോട് VCB നവീകരണം നടത്തി കർഷകർക്ക് 25 ഏക്കറിൽ കൃഷി ചെയ്തിരുന്ന പുഞ്ചപ്പാടത്തെ കൃഷിയെ 125 ഏക്കറിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരന്തരമായ വർഷങ്ങളുടെ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടത്. അമൃത പദ്ധതിയിലായാലും അല്ലെങ്കിൽ ആശുപത്രികളിലായാലും കുടിവെള്ളമായാലും ഭവന നിർമ്മാണ പദ്ധതിയിലായാലും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം നൂതന പദ്ധതികളായി ധാരാളം പദ്ധതികൾ പുതിയ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തുകയും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മൾ നടത്തും. മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന പരിപാടി, കർഷകരാണെങ്കിൽ അവരെ ഏറ്റെടുക്കുന്ന പരിപാടികൾ. അതേപോലെ തന്നെ നമുക്കൊരു പൊതുശ്മശാനമുണ്ട്. ആധുനിക ക്രിമിറ്റോറിയം എന്നുള്ള രീതിയിലേക്ക് കിഫ്ബിയുടെ സഹായത്താൽ നഗരസഭ വലിയ DPR സമർപ്പിക്കുകയും അതിന് അപ്രൂവൽ ആവുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ടൂറിസം വികസിക്കുന്ന കാര്യത്തിൽ നഗരസഭ സ്വന്തമായി മാലിദ്വീപ് ടൂറിസം എന്നുള്ളത് 5.5 കോടി ഉള്ള ഒരു പദ്ധതി DPR നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അനുബന്ധ നടപടികൾ തുടർന്ന് വരുന്നു. അറിയാലോ, ഒരു 5 വർഷമൊന്നും ഒരു ഭരണകാലാവധി ഒരു വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ അതുകൊണ്ട് നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മറികടന്ന് വരാൻ കഴിയില്ല. അങ്ങനെ ഒട്ടനവധി
വികസന പ്രവർത്തികൾ നമ്മൾ നഗരസഭയുടെ മുമ്പിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഞാനിപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആയാലും BJP-യുടെ ആയാലും അവരുടെയൊക്കെ കൗൺസിലർമാർ നാട് നീളെ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ കഴിയും. 1.5 കോടിയും 2 കോടിയും ഒരു പ്രാദേശിക ഭരണകൂടമാണ് നടത്തിയെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഒരു MLA-യോ MP-യോ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളല്ല. 5 വർഷം കൊണ്ട് ഏകദേശം 1.5 കോടിക്ക് മുകളിലുള്ള വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പദ്ധതികൾ ഓരോ ഡിവിഷനിലേക്കും നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് UDF ഭരിക്കുന്ന താനൂർ നഗരസഭയുടെ ഏറ്റവും വലിയ മുഖമുദ്ര. ശൈശവ ദിശയിലായ താനൂർ നഗരസഭയിൽ ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ഒട്ടേറെ വികസനമാണ് രാഷ്ട്രീയ വിവേചനമില്ലാതെ നടത്തിയെന്നാണ് മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. UDF-ന്റെ ഈ വാദഗതികളോട് LDF-ന്റെ നിലപാടെന്താണ്? ഈ നഗരസഭ 10 വർഷമായി എന്നാണ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് ശൈശവ ദിശയിലാണ് എന്നാണ് മുൻ ചെയർമാന്റെ വാദം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ UDF താനൂർ പഞ്ചായത്ത് 51 വർഷവും താനൂർ നഗരസഭ 10 വർഷവും ഭരിച്ചു. ഏകദേശം 61 വർഷം ഭരണം പിന്നിടുമ്പോൾ ആ നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ള ഏറ്റവും കുറ്റകരമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താ, ഇപ്പൊ വീടുകളുടെ കാര്യം പറഞ്ഞു. ആ വീടുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഇപ്പോഴും അവസാനമായി ആയിരക്കണക്കിന് വീടുകൾ കൊടുത്തെന്ന് പറയുമ്പോഴും 1ഉം 2ഉം ഗഡുക്കൾ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ നിരന്തരമായി അവരതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തീകരിച്ചിട്ടില്ല. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ട പ്രശ്നം, ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ വാടക കോട്ടേഴ്സുകളിൽ താമസിക്കുന്ന പ്രദേശമാണ് താനൂർ നഗരസഭ. അതിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഞാനൊക്കെ താമസിക്കുന്ന കടലോര മേഖലയിലാണ്. സ്വന്തമായി ഭൂമിയില്ലാത്തതിന്റെ ഭാഗമായി വാടക കോട്ടേഴ്സിലേക്ക് മാറേണ്ടി വന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശമായിട്ടുള്ള നഗരസഭയിൽ ഏക്കർ കണക്കിന് വരുന്ന പുറമ്പോക്ക് ഭൂമി സ്വന്തം കൈവശമുള്ള നഗരസഭ ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ നാളിതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ചില സമ്പന്നരായിട്ടുള്ള ആളുകൾ, തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ആ ഭൂമിയുടെ അവകാശികളായിക്കൊണ്ട് ആ പുറമ്പോക്ക് ഭൂമിന്റെ അതിൽ നിന്ന് അനുഭവം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം, താനൂർ പട്ടണത്തിലേക്ക് നിങ്ങൾ വന്നാൽ കാണാൻ വേണ്ടി കഴിയും. 51 വർഷകാലത്തെ ഭരണത്തിനിടയിൽ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കി താനൂർ നഗരത്തെ ഏറ്റവും നല്ലൊരു പട്ടണമാക്കി മാറ്റാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. വഴിയോര കച്ചവടക്കാരെ ഏകീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഫുട്പാത്തിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയില്ല. കടക്കാർ താഴേക്ക് പെട്ടിയും സാധനമൊക്കെ എടുത്തു വെച്ചാൽ പിന്നെ നടക്കാൻ വഴിയില്ല. ഒരു ബസ് നിർത്താൻ പറ്റുന്നില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഓട്ടോ സ്റ്റാൻഡില്ല. അതേപോലെ തന്നെ മറ്റു സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല. ഏറ്റവും അടുത്ത കാലത്ത് ഒരു കംഫർട്ടേഷൻ പോലും താനൂർ പട്ടണത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി അവിടെ ബസ്സും കയറുന്നില്ല. ദീർഘദൂര ബസ്സുകൾ വരുന്നില്ല. അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ബസ്സുകൾ മാത്രം കയറി പോകുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പം മൂത്രമൊഴിക്കാനും മറ്റു സംവിധാനം ഏർപ്പെടുത്തി എന്നാണ് നഗരസഭയുടെ വാദം. പക്ഷേ 51 വർഷത്തിനിടയിൽ ഒരു കംഫർട്ടേഷൻ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു നഗരസഭയുടെ വീഴ്ച അത് സ്വയം ഏറ്റെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ 9 വർഷകാലത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭരണവും താനൂരിലെ MLA മന്ത്രിയുമായിട്ടുള്ള V. അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ 934 കോടി രൂപയുടെ വികസന പദ്ധതികൾ താനൂർ നഗരസഭയിൽ മാത്രം നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ, മറ്റെല്ലാ മേഖലയിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും ഇടപെട്ടിട്ടുണ്ട്. ആ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് 934 കോടി രൂപയുടെ വികസന പദ്ധതികൾ താനൂർ നഗരസഭയിൽ മാത്രം നടത്തിയിട്ടുണ്ട്. നഗരസഭ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, വരൾച്ച വരുന്ന സമയത്ത് 2-3 വാഹനങ്ങളിൽ കുടിവെള്ളം എവിടുന്നെങ്കിലും എത്തിച്ചുകൊണ്ട് നിരന്തരമായി അത് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയല്ലാതെ നഗരസഭയ്ക്ക് ദീർഘവീക്ഷണമായിട്ടില്ല. അബ്രഹ്മാൻ വന്നതിന് ശേഷം തിരുനാവായപ്പുഴയിൽ നിന്ന് വെള്ളം എത്തിച്ച് ചെറിയമുണ്ടത്തെ നരിയറക്കുന്നിൽ എത്തിച്ച് അത് താഴേക്ക് വിതരണം ചെയ്യാനുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള കുടിവെള്ള പദ്ധതി 300 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് നടപ്പിലാക്കിയത്. അതിൽ 79 കോടി രൂപയും ചെലവഴിച്ചിട്ടുള്ളത് താനൂർ നഗരസഭക്കകത്താണ്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ താനൂർ നഗരസഭയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ അവിടെ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ നഗരസഭയുടെ ആവശ്യപ്പെട്ടിട്ട് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നഗരസഭ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഭരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെയും CPM-ന്റെ നേതാവ് നിലയിൽ ഞാനാണ് ഒരു കത്തെഴുതി സെക്രട്ടറിക്ക് കൊടുത്തത്. ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള എത്ര ലക്ഷം വരുന്നോ ആ പണം ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് തരും. അതുപോലും സമ്മതിക്കാത്ത രീതിയിലേക്ക്
ഭൂമി ഏറ്റെടുത്ത് കൈമാറാൻ കഴിയാത്ത ഒരു നഗരസഭ, ആ ഭൂമി ഏറ്റെടുക്കാൻ പിന്നീട് നാട്ടുകാർ നിലയിൽ ഞങ്ങളും MLA കൂടെ പരിശ്രമിച്ചുകൊണ്ടാണ് ഭൂമി സ്വന്തം വിലക്ക് ഏറ്റെടുത്ത് വാട്ടർ അതോറിറ്റി കൈമാറിയത്. അപ്പൊ കുടിവെള്ള പ്രശ്നത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജനാധിപത്യപരമായി ഒരു മന്ത്രിയെ MLA എങ്ങനെ ബഹിഷ്കരിക്കാൻ വേണ്ടി കഴിയും? ആ നടപടികളെല്ലാം അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി വികസനം മുരടിപ്പിക്കുന്ന സമീപനമാണ് താനൂർ നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് താനൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുരോഗതിയും വികസന കാര്യത്തിൽ നാളിതുവരെ ചൂണ്ടിക്കാണിക്കാനില്ല. ആ മരവിച്ചു പോകുന്ന, മുരടിച്ചു പോകുന്ന വികസന പദ്ധതികൾ മാത്രമാണ് താനൂർ നഗരസഭ എടുത്ത് പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയാം. UDFന്റെ അവകാശവാദങ്ങളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദീർഘകാലമായി ലീഗ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന താനൂർ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ മുൻപ് പഞ്ചായത്തായിരുന്ന താനൂർ പ്രദേശം, ഇപ്പോൾ മന്ത്രി അബ്ദുറഹിമാൻ, അവിടുത്തെ ജനപ്രതിനിധി നിലയ്ക്ക് മന്ത്രി അബ്ദുറഹിമാൻ കൊണ്ടുവരുന്ന വികസന പദ്ധതികളെ പോലും സ്ഥാപിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി തടയുന്നു എന്ന ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. അടുത്തതായി NDAയുടെ പ്രതിനിധി രാജീവ് മാസ്റ്ററുടെ നമ്മുടെ താനൂർ നഗരസഭയുടെ വികസന കാര്യങ്ങളെക്കുറിച്ച് നടന്നുള്ള സംവാദങ്ങളാണ്, രണ്ടുപേരുടെ നിലപാടുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരു നഗരസഭ എന്നുള്ള നിലയ്ക്ക് താനൂരിലെ ഭരണം പരാജയം തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും നഗരസഭ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉദാഹരണം പറഞ്ഞു. ബസ് സ്റ്റാൻഡ് പോട്ടെ, നമുക്ക് എത്ര സ്ഥലങ്ങളിൽ ബസ് സ്റ്റോപ്പുകളുണ്ട്? ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിക്കുന്നുണ്ടോ? എത്ര കുട്ടികളാണ് അവിടെ വെയിൽ കൊണ്ടിട്ട് നിൽക്കുന്നത്, മഴയത്തും വെയിലത്തും പൊടിയും അടിച്ച്? അപ്പോൾ അത്തരത്തിൽ ബസ് കാത്തു നിൽക്കുന്നിടങ്ങളിലെല്ലാം ബസ് വെയിറ്റിംഗ് ഷെഡുകൾ, ഇതിന് വലിയ പൈസ ഒന്നും ആവില്ലല്ലോ. ഓരോ MLA-മാരും മന്ത്രിമാരും കാണിക്കുന്നവര് ആസ്തി വികസന ഫണ്ടെന്ന് 10 ലക്ഷം 20 ലക്ഷം ഒന്നും വേണ്ട. ഒരു 50,000 60,000 രൂപ ഉണ്ടെങ്കിൽ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കാൻ സാധിക്കും. ചെറുപ്പക്കാരൊക്കെ നല്ല വ്യായാമങ്ങൾ അല്ലെങ്കിൽ കളികളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കിവിടെ പേരിന് കാട്ടിലങ്ങാടി സ്കൂളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അത് പൂർണ്ണമായിട്ടുണ്ടോ? അവിടെ എന്താ സ്ഥിതി? അവിടെ നല്ല മരങ്ങളുള്ള നല്ല അന്തരീക്ഷം ഉണ്ടായിരുന്നതൊക്കെ വെട്ടി നശിപ്പിച്ച്, എന്നാൽ ഗ്രൗണ്ട് ആയിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പരപ്പനങ്ങാടി ആയാലും തിരൂരങ്ങാടി ആയാലും ഉള്ള നഗരസഭകളിലൊക്കെ തന്നെ നല്ല ഗ്രൗണ്ടുകളുണ്ട്. നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ ആരോഗ്യമുള്ളൊരു തലമുറ വളരട്ടെ എന്ന്. അവർ പഠിച്ചു വെറും പുസ്തക പുഴുക്കളായ പോരല്ലോ, അവർ കളിച്ചു വളരട്ടെ. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം താനൂർ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയിട്ടില്ല. വലിയ പരാജയമാണ്. നമ്മുടെ മോരിയക്കാപ്പ് പോലെയുള്ള സ്ഥലങ്ങൾ, കൃഷി, എന്താ അവിടത്തേക്ക് സ്ഥിതി? കൃഷി താനൂരിന്റെ ഏത് ഭാഗത്താണ് നെൽകൃഷി നടക്കുന്നത് ഇപ്പോൾ? ഇനി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എത്ര ദയനീയമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് പൂരപ്പുഴയ്ക്ക് കുറുകെ ഒരു ബണ്ട് കെട്ടണം എന്ന് പറഞ്ഞ് നമ്മുടെ MLA, അതിപ്പോൾ ഇവിടെ പറയേണ്ട വിഷയം അല്ലെങ്കിൽ പോലും ഞാൻ സൂചിപ്പിക്കുകയാണ്, MLA അങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കല്യാണം എന്ന് പറയല്ലോ പണ്ട്, ഗണപതി കല്യാണം, അതുപോലെ നീണ്ടു പോവാണ്. ഒരു 5-6 വർഷമായി തോന്നുന്നുണ്ട് ഈ പരിപാടി തുടങ്ങിയിട്ട്. അവിടെ ഒന്ന് കുറ്റി അടിക്കുന്നു, മഞ്ഞ കുറ്റി വെക്കുന്നു, അത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ കുറെ കാശ് ചെലവാക്കി. ഈ ഒരു ബണ്ട് നിർമ്മാണത്തിന് മുനിസിപ്പാലിറ്റിയുടെ ഒപ്പം രംഗത്തിറങ്ങാൻ BJP ഉണ്ടാവും, യാതൊരു സംശയമില്ല. നമുക്കത് ആവശ്യമാണ്. താനൂരിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നല്ല കൃഷി നടത്താനും നല്ല കുടിവെള്ളത്തിനും ആ പൂരപ്പുഴ ബണ്ട് വന്നു കഴിഞ്ഞാൽ സാധിക്കും. ഈ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പൊതു ശൗചാലയങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ സ്വസ്ഥ ഭാരത് എന്നുള്ള നിലയ്ക്ക്, സ്വച്ഛ ഭാരത് എന്നുള്ള നിലയ്ക്ക് ആദ്യം കൊണ്ടുവന്നത് ശൗചാലയങ്ങൾ നിർമ്മിക്കുക. അവിടെ കളിയാക്കി കൊണ്ട് നടക്കുകയായിരുന്നു ആൾക്കാർ. ആ കളിയാക്കിയ കേരളത്തിലും 2,60,000 ആൾക്കാർ ശൗചാലയങ്ങൾ വാങ്ങി. അത് വേറെ വശം നിൽക്കട്ടെ. ഈ നമ്മുടെ താനൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര പൊതു ശൗചാലയങ്ങളുണ്ട്? അപ്പോൾ ജനങ്ങൾക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ മുട്ടി എന്തു ചെയ്യും സാധാരണക്കാരൻ? അപ്പൊ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയാക്കുമെന്ന് ഉറപ്പുവരികയാണ്. ഒട്ടനവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിന്റെ വികസനം ആവശ്യമാണ്. യുവാക്കൾക്ക് കളിക്കളങ്ങളില്ല, ഒട്ടനവധി ബസ് സ്റ്റോപ്പുകളില്ല, ഒരുപാട് പരിമിതികൾ ഇനിയും ബാക്കിയാണ്. അത് തീർക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ചോദ്യങ്ങളുടെ സെഷനാണ്. UDFന്റെ പ്രതിനിധി PP ഷംസുദ്ദീനോട് LDF പ്രതിനിധികൾക്ക് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. LDF പ്രതിനിധികൾക്കുള്ള സമയമാണ്. താനൂരിന്റെ വികസനം സ്വപ്നം കണ്ടവരാണ് UDFകാർ.
സ്വപ്നം കണ്ട് എന്ന് പറയാന്നല്ലാണ്ട് താനൂരിൽ നേരത്തെ പറഞ്ഞ രണ്ട് വ്യക്തികളും LDF ആണെങ്കിലും BJP ആണ് പറഞ്ഞ ഒരു ഉപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത ഏക നഗരസഭയുടെ പേര് താനൂർ എന്നാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വപ്നം കണ്ട് എന്ന് പറയുന്ന പദ്ധതി. വാട്ടർ, ജലം എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന സൗകര്യത്തിന് ഭൂമി വിട്ടുകൊടുക്കാത്തവരാണ് താനൂരിലെ മുനിസിപ്പാലിറ്റി. എന്തിന്റെ പേരിലാണ് താനൂരിൽ മുനിസിപ്പാലിറ്റി ശുദ്ധജലം സംവിധാനം നടപ്പിലാക്കുന്നതിന് ഭൂമി വിട്ടുകൊടുക്കാത്ത? ഒരു ചോദ്യം. രണ്ടാമത്തത്, ഈ നാട്ടിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ജനങ്ങൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു കളിക്കളം താനൂരിൽ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇടതുപക്ഷ സർക്കാർ വന്ന വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ ഫിഷറീസിലും അതുപോലെ തന്നെ കാട്ടിലങ്ങാടി സ്കൂളിലും സ്റ്റേഡിയങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് താനൂരിൽ നഗരസഭ ഈ 60-70 വർഷക്കാലത്തിനിടത്തിൽ താനൂരിന്റെ പ്രാന്തപ്രദേശത്തോ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം സാധിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. പറയുമ്പോൾ ആദ്യം ചോദിച്ചത് കുടിവെള്ളത്തിന് സ്വന്തമായി ഭൂമി നമ്മൾ വാങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ്. ഇവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ താനൂരിലെ MLA-യും ഇടതുപക്ഷ MLA ആണ്. 10 വർഷമായി നാട്ടിൽ കുടിവെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ അടുത്ത വർഷം കുടിവെള്ളം കൊടുക്കുന്ന. കുടിവെള്ളം നേരത്തെ ഇല്ലാഞ്ഞിട്ടല്ല. താനൂർ നഗരസഭയിൽ നിലവിൽ 15 കുടിവെള്ള പദ്ധതികൾ നേരത്തെ ഈ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാരിനെ പ്രത്യേകിച്ച് മന്ത്രി പറയുന്നതിന് മുമ്പ് 15 കുടിവെള്ള പദ്ധതികൾ നിലവിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2003 കമ്മീഷൻ ചെയ്ത ജലനിധി പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള പദ്ധതികൾ നാട്ടിൽ ഉടനീളമുണ്ട്. പക്ഷെ അതെല്ലാ മേഖലയ്ക്കും എല്ലാവർക്കും ആളുകളുടെ ജനപ്പെരുപ്പം കൂടുന്നതിനനുസരിച്ച് അത് എത്തിക്കിട്ടാത്ത പ്രയാസം കൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കൃത്യമായ ഇടവേളകളിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് വിതരണം ചെയ്തിട്ടാണ് അത് പൂർത്തീകരിക്കുന്നത്. അതൊരു ജനപക്ഷ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമായിട്ടാണ് അതിനെ കാണുന്നത്. ശേഷം വന്ന 10 വർഷമായിട്ട് ഇന്ന് വരെ കുടിവെള്ളം, ഇവർ പറഞ്ഞു കേട്ടാൽ തോന്നും നാളെ കുടിവെള്ളം വിതരണം തുടങ്ങിയെന്നാ. കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല ഇതുവരെ. അത് കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ പറഞ്ഞു ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കുന്നുംപുറത്ത് എത്തിച്ച് കൊടുക്കുന്ന പറഞ്ഞ് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥലമേറ്റ് കൊടുക്കുന്നു നഗരസഭയിൽ. സ്ഥലമേറ്റ് കൊടുക്കേണ്ടത് അന്നത്തെ അതുമായി ബന്ധപ്പെട്ട ജനകീയ സമിതിയാണ്. അന്ന് ഇടതുപക്ഷത്തിന്റെ ആളുകൾ കൺവീനറായിട്ട് ചെയർമാനായിട്ടാണ് ഈ സമിതി രൂപീകരിച്ചത്. ആ സമിതിയാണ് ഭൂമി വാങ്ങിക്കൊടുക്കാൻ ഏറ്റിരുന്നത്, നഗരസഭയല്ല. ആ സമിതി ഭൂമി വാങ്ങിക്കൊടുക്കുന്നതിൽ കാലതാമസം നേരിട്ട സമയത്ത് നഗരസഭയ്ക്ക് ഇപ്പൊ പദ്ധതി കിട്ടിയല്ലോ, അമൃത കുടിവെള്ള പദ്ധതി കിട്ടിയല്ലോ. അപ്പൊ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് 10,000 രൂപ വെച്ച് ഒരു ഗുണഭോക്താവ് അടക്കേണ്ട തുക നഗരസഭയാണ് ആ പദ്ധതിയിൽ മെർജ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയിലേക്ക് കൃത്യമായി നമ്മളതിൽ ചേരുന്നുണ്ടാണ്. അവരോട് വിയോജിപ്പ് കാണിക്കുന്നില്ല, അതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ. 22 കോടി രൂപയാണ് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് നഗരസഭന്റെ പണിപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം തീരാറായിട്ടുണ്ട്. എല്ലാ വീടുകളിലേക്കും കണക്ഷൻ ഇട്ടിട്ടുണ്ട്, മോട്ടോർ ഫിറ്റ് ചെയ്ത് ടാങ്ക് മീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പോഴും ഈ പറയുന്ന നരിക്കുന്ന ഏതൊരു കുന്നിന്റെ പേര് പറയണം, ആ കുന്നിൽ നിന്ന് ഇതുവരെ പൈപ്പ് കുന്നും പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് കുടിവെള്ളം നിലവിലുള്ള ചെറുകിട പദ്ധതി പ്രകാരം എല്ലായിടങ്ങളിലും കുടിവെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പോരായുള്ള സ്ഥലങ്ങളിൽ ടാങ്കർ ലോറിൽ വെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഗ്രാമപഞ്ചായത്തായിരുന്നു. ഗ്രാമവും നഗരവും രണ്ടാണ്, കാഴ്ചപ്പാട് രണ്ടാണ്, കോർപ്പറേഷൻ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നഗരത്തിലേക്കുള്ള മാറ്റത്തിന് താനൂർ നഗരസഭയുടെ അടിസ്ഥാന സംവിധാനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിലേക്കുള്ളതിൽ വമ്പിച്ച വിജയമാണ്. എങ്കിൽ ഇടതുപക്ഷ കൗൺസിലർമാർ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ BJP-യുടെ കൗൺസിലർമാർ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിലോ ഇവർ 2 കോടിയുടെ 1.5 കോടിയുടെ ബോർഡ് എടുത്ത് മാറ്റട്ടെ, വികസനം ചെയ്തിട്ടില്ല എന്ന്. അതൊക്കെ നഗരസഭ നൽകിയതാണ്. നഗരസഭ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം സ്റ്റേഡിയത്തെ കുറിച്ചാണ് പറയുന്നത്. താനൂർ നഗരസഭയിലെ ഹൈസ്കൂളുകൾ കേന്ദ്രീകരിച്ച് 3 സ്റ്റേഡിയങ്ങൾ നേരത്തെ നിലവിലുണ്ടായിരുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. നല്ല രീതിയിൽ ഓട്ട മത്സരങ്ങൾ നടത്തിയിരുന്നു, എല്ലാ ഫുട്ബോളുകൾ നടത്തിയിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. ഒന്ന് ഫിഷറി സ്കൂൾ ഗ്രൗണ്ടാണ്, 2 കാട്ടിലങ്ങാടി സ്കൂൾ ഗ്രൗണ്ടാണ്, 3 എടക്കടപ്പുറത്തെ ചീരാങ്കടപ്പുറ UP സ്കൂൾ ഗ്രൗണ്ടാണ്. അതൊന്ന് പരിശോധിച്ചാൽ മതി. ഇതൊക്കെ കണ്ണടച്ച് ഇട്ടാക്കുന്ന സംഗതിയല്ലല്ലോ, ഒന്ന് പരിശോധിച്ചാൽ മതി. അതിലേക്ക് പ്രിയപ്പെട്ട മന്ത്രി 2 സ്റ്റേഡിയം കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം കൂടെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഒരു താനാളൂർ ഉൾപ്പെടെ 3 സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം. എന്താ സ്റ്റേഡിയങ്ങളുടെ അവസ്ഥയെന്ന് നിങ്ങൾ ചാനലല്ലേ, ഒന്ന് പോയി ഒന്ന് പരിശോധന നടത്തിയാൽ നന്നായിരിക്കുന്ന എനിക്ക് പറയാനുള്ളത്. ഒന്ന് കാട്ടിലങ്ങാടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ സംവിധാനങ്ങൾ അട്ടിമറിച്ച് ഒരു നീന്തൽക്കുളവും ഒരു നടക്കാനുള്ള സംവിധാനം പോലെ അതൊരു ചെറിയൊരു ഫുട്ബോൾ കളിക്കാനുള്ള ചെറിയ ഒരു ഇൻഡോർ സ്റ്റേഡിയമായുള്ള രീതിയിലേക്ക് അതിനെ ചുരുക്കി. അതിന്റെ താഴെ ക്ലാസ് റൂമും കൊണ്ടുവന്നു, ചുരുക്കിയിട്ടാണ്. അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. നേരത്തെ നഗരസഭയുടെ കയ്യിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയം ആയിരുന്നു. ഇതേപോലെയാണ് ഫിഷറി സ്കൂൾ ഗ്രൗണ്ട്, അവിടെ ഒരു ഗാലറി കെട്ടി. അതോടുകൂടി ഈ 100 മീറ്റർ ഓടാൻ കഴിയില്ല, 75 മീറ്റർ ഓടാൻ കഴിയുക, 75 മീറ്റർ. അപ്പൊ അത് അത്തരത്തിലേക്ക് അതിനെ പരിമിതപ്പെടുത്തിയിട്ടാണ് ഒരു വികസനം. കായിക മന്ത്രി കൂടിയാണെന്ന് ഓർക്കണേ.
5 വർഷമായി കായിക മന്ത്രിയാണെന്നോട് ഓർക്കണം. കായിക മന്ത്രി എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ തിരിച്ചാ ചോദിക്കേണ്ടത്. അതേപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 938 കോടിയുടെ വികസനം താനൂർ നഗരസഭയിൽ മാത്രം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇനി വേറെ ഒന്നും നോക്കണ്ടല്ലോ. ഒരു നഗരസഭയിൽ 938 കോടിയുടെ വികസനം അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ ആ 938 കോടിയുടെ വികസനം താനൂരിൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താനൂരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല നിങ്ങൾ ആരും വിശ്വസിക്കില്ലല്ലോ. ഉണ്ട് എന്നല്ലേ അർത്ഥം. ഇതിനർത്ഥം എന്താ? ആ വികസനത്തിന്റെ പേരിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓരോ വികസനം കൊടുത്തിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്ക് ബോധ്യപ്പെട്ടതാണ്, ആവശ്യമില്ലാത്തിടങ്ങളിലേക്ക് റോഡ് കൊടുക്കുകയും അതിനെ വലിയ വികസനമായി കൊട്ടിഘോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. മൂന്നാമതൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, അതുകൂടി ഉത്തരം പറയാം. മൂന്നാമത്തെ ചോദ്യം താനൂർ നഗരസഭയിലേക്ക് ഈ പദ്ധതികൾ മന്ത്രിയുടെ ഭാഗമായി പദ്ധതികൾ വന്നിട്ടില്ലേ? അതാണ് നേരത്തെ അദ്ദേഹം പരാമർശിച്ച കാര്യം ക്ലാരിഫിക്കേഷൻ. താനൂര് അത് ഏതൊക്കെയാണെന്ന് പറയും. ഈ പറഞ്ഞ സ്റ്റേഡിയങ്ങളാണ് ജനങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 സ്റ്റേഡിയങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടെന്ന സ്റ്റേഡിയത്തിന്റെ കണക്കായിരിക്കും അതിലൊന്നുണ്ടാവുക. കുടിവെള്ള പദ്ധതിയാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കുടിവെള്ള പദ്ധതിയിലേക്ക് നഗരസഭയുടെ വിഹിതം 22 കോടി കൊടുത്തിട്ടില്ല എങ്കിൽ അത് പൂർത്തീകരിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ മന്ത്രി കൊണ്ടുവരുന്ന പദ്ധതിക്ക് ഞങ്ങൾ വിഘാതം നിൽക്കുന്നു എന്ന് പറഞ്ഞ് തീർത്തും തെറ്റാണെന്ന് പറഞ്ഞുവരാൻ ഞങ്ങൾ ഇതിലേക്ക് മെർജ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആ തരത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കൂ, സംസ്ഥാന സർക്കാരിന്റെ പ്രധാന പോളിസി എന്ന് പറഞ്ഞാൽ PPP എന്നാണ്. പബ്ലിക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ സർക്കാരിന്റെ പോളിസിയാണ്. അത് നേരത്തെ ദീർഘവീക്ഷണമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു മാർക്കറ്റ് കൊണ്ടുവന്നത് പബ്ലിക് PPP സിസ്റ്റത്തിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം സാമ്പത്തിക ഞെരുക്കുണ്ടായതുകൊണ്ട് സംസ്ഥാന സർക്കാർ വേറെ പണിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മാർക്കറ്റ് ഇന്ന് അവിടെ നിലവിലുണ്ട്. അതിന് ഇനി പുതിയതായിട്ട് എന്ത് കൊണ്ടുവരുന്നുള്ളത് പുതിയ ആധുനിക കാലത്തെ രീതിക്ക് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഏറ്റവും മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊരു കാര്യം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടും അല്ല അത് പറയേണ്ടത് നിങ്ങളല്ലല്ലോ, അവിടുത്തെ ജനങ്ങൾ പറയേണ്ട സാറേ. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഇല്ല, ബസ് സ്റ്റാൻഡിൽ കക്കൂസ് ഇല്ല എന്നൊക്കെ പറയണത്. നേരത്തെ താനൂർ നഗരസഭയുടെ മുമ്പിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, പൊളിച്ചു മാറ്റാൻ ഷോപ്പിംഗ് കോംപ്ലക്സ് നഗരസഭയുടെ. അതിനകത്ത് ക്ലോക്ക് റൂമും കക്കൂസ് റൂമും നേരത്തെ നടന്നിരുന്നതാണ്. അത് ടൗണിൽ വന്നിരുന്ന ആളുകൾക്ക് ഉപയോഗമുള്ളതാണ്. പുതിയ ബസ് സ്റ്റാൻഡ് വരുമ്പോൾ അത് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താനൂർ നഗരസഭയിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതേപോലെ PPP മോഡലാണ്. ഇത്രയും നല്ല രീതിയിൽ ഒരു പദ്ധതി മുമ്പിൽ ചെയ്ത നഗരസഭയോടാണ് രണ്ടാമത്തെ ചോദ്യം LDF പ്രതികൾക്ക് രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ സംസാരിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട നഗരസഭാ മുൻ ചെയർമാനായിട്ടും കൂടി ആയിട്ടുള്ള സംസാക്കാം താനൂരിലെ നഗരവികസനവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ സാധാരണ രീതിയിൽ താനൂരിലേക്ക്, ഞാൻ പുരപ്പുഴ സ്വദേശിയാണ്, താനൂരിലേക്കാണ് മീനും പച്ചക്കറിയും സാധനങ്ങളൊക്കെ മുമ്പ് പഞ്ചായത്തായിരുന്ന കാലത്തും ഇപ്പോഴും വന്നിട്ടുള്ളത്. ആ സംസാക്കാനോട് പറയാനുള്ളത്, താനൂർ നഗരസഭ ഉണ്ടാക്കിയ എന്ന് പറയുന്ന ആ മാർക്കറ്റ് മിക്കവാറും കടകൾ പൂട്ടി അവിടെ ഉണ്ടായിരുന്ന KSB അടക്കം പുതിയ ഭാഗത്തേക്ക് പോയി പരിപൂർണമായി തകർന്ന നിലയിലാണ്. കാരണം മറ്റു മേഖലകളിൽ എവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കൂടുതലാണ് ആ മാർക്കറ്റിനകത്തെന്നുള്ളതാണ് പറയാന്. സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് മാറേണ്ട യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സംവിധാനത്തെ മാറ്റിയതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളത്. അതുപോലെ ചെയർമാൻ ഇവിടെ പറഞ്ഞു ഒരു പൊതു ശ്മശാനം ഇവിടെ ഉണ്ട് താനൂർ നഗരസഭയിൽ നിന്ന്. അത് എവിടെയാണ് എന്ന് ഒന്ന് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊതു ശ്മശാനം എന്ന് പറയുന്നത് ഒന്നുള്ളത് എൻ്റെ നാട്ടിലാണ്. അത് പൂരപ്പുഴയിൽ അംബേദ്കർ കോളനിയിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തെ പുറമ്പോക്ക് ഭൂമി വളച്ചു കെട്ടിക്കൊണ്ടാണ് ആ ശ്മശാനം അവിടെ എടുത്തിട്ടുള്ളത്. അത് നഗരസഭ ഏറ്റെടുക്കുന്നതിന് ഞാനടക്കമുള്ള ആളുകൾ തുടങ്ങിയതൊരു പഞ്ചായത്തിരിക്കുന്ന കാലത്ത് മുതൽ നടന്നിട്ടുള്ള ഒരു സമരമാണ്. അതല്ലാതെ ഒരു നഗരസഭയിൽ ഒരു പൊതു ശ്മശാനം വേണമെന്നുള്ളത് സർക്കാരിൻ്റെ ഒരു നിലപാടാണ്. അതുകൊണ്ടോ ഒന്നൊന്നും പറയാനില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി, ഒറ്റ ചോദ്യം കൂടി ഉള്ളൂ. മറ്റു നഗരസഭകളിലൊക്കെ തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പുറമ്പോക്ക് ഭൂമികളിൽ നിർമ്മിച്ചു കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പല നഗരസഭകളിലും ഉണ്ട്. പക്ഷെ നമ്മുടെ മേഖലയിൽ ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമി ഉണ്ടായിട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചാൽ 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മാർക്കറ്റിൻ്റെ കാര്യമാണ്. മാർക്കറ്റ് കൃത്യമായി ഈ പറഞ്ഞ സംവിധാനത്തിൽ PPP പദ്ധതി മോഡൽ അന്ന് പഞ്ചായത്തായിരിക്കുമ്പോൾ ആവിഷ്കരിച്ച മാർക്കറ്റാണ്. അവിടെ വില കൂടുതൽ ഈടാക്കുന്നു എന്നുള്ളതാണ്. രേഖാമൂലം ഒരു പരാതിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വന്ന് അതിനനുസരിച്ച് നടപടി എടുത്തിട്ട് നമുക്കത് മുന്നോട്ടാകും. അവിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നോക്കി പരിഹരിക്കേണ്ട പരിപാടിയാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് അവിടെ ഉണ്ട് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ മാർക്കറ്റ് അവിടെ ഉണ്ട്. അത് കാലത്തിനനുസരിച്ച് പുതിയ രീതിയിലേക്ക് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് പുതിയ സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നടപടികളായിട്ട് മുന്നോട്ട് വന്ന് യാതൊരുവിധ തടസ്സവും തർക്കവും നമുക്കില്ല. നമ്മൾ പുതിയ കാര്യങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകളോട് മുന്നോട്ട് പോകുന്നതിനും. മറ്റൊരു കാര്യം പറഞ്ഞത് പൊതു ശ്മശാനം എന്നാണ്. അദ്ദേഹം അറിവില്ലായതുകൊണ്ട് പറയണമെന്ന് എനിക്ക് പറയുന്നത്, നഗരസഭയുടെ കീഴിൽ
ഒരു ഏക്കർ 40 സെൻറ്റ് സ്ഥലത്ത് പൊതു ശ്മശാനം ഒട്ടുംപുറത്ത് നിലവിലുണ്ട്. അതിൽ കിഫ്ബിയുടെ സഹായത്താൽ ആധുനിക ക്രിമിറ്റോറിയം എന്നുള്ള രീതിയിൽ പുതിയൊരു പദ്ധതി ഞാൻ ചെയർമാനായിരിക്കെ ആവശ്യപ്പെടുകയും ലഭിക്കുകയും ചെയ്തു. അതിന് DPR സമർപ്പിക്കണമെന്ന് പറഞ്ഞു. DPR നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാ സംവിധാനങ്ങളും, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ നല്ല രീതിയിൽ ചുറ്റുമതിൽ കെട്ടി ഭദ്രമായി ആളുകളോട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ പൊതുശ്മശാനം അവിടെ ഉണ്ട്. പുതിയൊരു പൊതുശ്മശാനം കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അംബേദ്കർ കോളനിയിലെ പൊതു ശ്മശാനത്തിന് വേണ്ടിയിട്ടും ഞാൻ ചെയർമാനായിരിക്കുന്നത് തന്നെ ഒരു കത്ത് നൽകിയിട്ടുണ്ടാണ്. അവിടെയും കൂടി ആധുനിക ക്രിമിറ്റോറിയം സ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ നടപടിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ നേരത്തെ കക്കൂസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ അവിടെ എന്ന് പറഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ബാത്റൂം പോയാൽ മാത്രമല്ല, കുളിക്കാനുള്ള സംവിധാനം, വിശ്രമത്തിനുള്ള സംവിധാനം, മുലയൂട്ടൽ സംവിധാനം, ഭക്ഷണം എന്തെങ്കിലും കിട്ടണം, അങ്ങനെ ഒരു സംവിധാനം ടേക്ക് എ ബ്രേക്ക്. ഇത് 3 സ്ഥലത്തേക്ക് പ്രപ്പോസൽ ചെയ്ത് സർക്കാരിലേക്ക് കൺസെൻറ്റാമിന് ഒന്ന് PWDക്ക് കൊടുത്തു, 2 PWDക്ക് കൊടുത്തു, ഒന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഇന്ന് വരെ ഏകദേശം സാങ്ഷനാവും. ചില AXC-മാർ വന്ന് സാങ്ഷൻ, ഒന്ന് പൂരപ്പുഴയിൽ, മറ്റൊന്ന് നടക്കാവിൽ, ഒന്ന് ഒട്ടുംപുറം. അതിൽ ഒട്ടുംപുറത്ത് മാത്രമാണ് ടേക്ക് എ ബ്രേക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പോൾ സർക്കാരിൻ്റെ ആളുകളാണ് അതിന് പ്രതിരോധം തീർത്തത് എന്നുള്ള. മാത്രമല്ല ഒരു കാര്യം അദ്ദേഹം വേറെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അടുത്ത ചോദ്യം എന്നോട് പറയാം. എന്താണ് ചോദ്യം ഉണ്ടോ? വേറെ ഇല്ലല്ലോ. അത് തന്നെയാണ് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചു. 2 ശ്മശാനവും പിന്നെ ഈ നഗരസഭയാകാനുള്ള സൗകര്യങ്ങളില്ലാതെ പഞ്ചായത്ത് പെട്ടെന്ന് നഗരസഭയാക്കിയതിന്റെ ഒരു പ്രയാസമാണ് അവിടെ കേരളത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞത്, ഡൽഹി പോലെ, കൽക്കത്ത പോലെ, ബോംബെ പോലെ നഗരത്തിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുക എന്നുള്ളത് സംവിധാനം കേരളത്തിലില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശവും നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നേരത്തെ താനൂരിനെ ആശ്രയിക്കുന്ന തെയ്യാലാവട്ടെ, പാണ്ടിമുറ്റാവട്ടെ, പുത്തന്തൂരാവട്ടെ, താനാളൂരാവട്ടെ, എല്ലാ മേഖലയും അവിടങ്ങളിൽ വികസിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു വികസനം നടക്കുന്നുള്ള എല്ലാ മേഖല. അതുകൊണ്ട് നഗരസഭക്ക് ഫിറ്റാണ്. അതൊരു ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന പുറമ്പോക്ക് ഭൂമി ഏതാണെന്ന് എഴുതി തന്നാൽ, ഞാൻ താനൂർ നഗരസഭാ ചെയർമാനായിരിക്കെ പുറമ്പോക്ക് ഭൂമികൾക്ക് 2 വില്ലേജുകളാണ് നഗരസഭയ്ക്കകത്തുള്ളത്, താനൂരും പര്യാപുരവും. ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിവിധ പദ്ധതികൾക്ക് സ്വന്തമായി സ്ഥലമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. അതുകൊണ്ട് തന്നെ അത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഭൂമി ഉണ്ടോ എന്ന് അന്വേഷിച്ച് 2 വില്ലേജുകൾക്കും കത്ത് കൊടുത്തു. പുറമ്പോക്ക് നമുക്ക് വേണ്ടത് ഇവർ പറഞ്ഞ ഫ്ലാറ്റ് സമുച്ചയം, സർക്കാർ ഇത് നടപ്പിലാക്കാൻ കഴിയണ്ടേ? ലൈഫ് പദ്ധതി, വിവിധ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരുന്ന പദ്ധതികൾ, ഇപ്പോൾ ഫിഷറീസിലാവട്ടെ, SC ഡിപ്പാർട്ട്മെന്റിലാവട്ടെ, നേരത്തെ കൊടുത്തിരുന്ന ഭവന പദ്ധതികളൊക്കെ നിർത്തലാക്കി. എന്നിട്ട് ഈ PMAY ആശ്രയിക്കുകയാണ്. നഗരസഭയിൽ ലൈഫില്ല. ഇവർ ലൈഫിൽ എന്ന് പറഞ്ഞ് നേരത്തെ വിളിച്ചു വെച്ചിരുന്ന അപേക്ഷ ഉണ്ട്. ഇവർ തന്നിഷ്ടപ്രകാരം വാങ്ങി വെച്ചിരുന്ന അപേക്ഷ, സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി വാങ്ങിയ അപേക്ഷകൾ നടപ്പിലാക്കണമെന്ന് നഗരസഭയ്ക്ക് തന്നു. ഞാൻ ചെയർമാനായി വരികെ പുതിയ നിലവിൽ ഉണ്ടായിരുന്ന ഭരണസമിതി അതിന് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതിൽപ്പെട്ട 700 പേർക്ക് നമ്മൾ വീട് നൽകുകയും ചെയ്തിട്ടുണ്ട്. PMAY പദ്ധതി പ്രകാരം. എന്തായാലും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അങ്ങനത്തെ ഒഴിവാക്കപ്പെട്ട അങ്ങനെയുള്ള ഭൂമി, ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ചെയ്യാൻ കഴിയുമെന്ന ഉറപ്പാണ് അദ്ദേഹം പറയുന്നത്. NDA പ്രതിനിധിക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ താനൂര് നഗരസഭയിലേക്ക് ഒരു സാധാരണക്കാർ, ഇനി ആരായാലും നമ്മളൊരു ആവശ്യത്തിനായിട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള 40 ജില്ലാ മെമ്പർമാരെ വണ്ടികൾ വന്ന് തടസ്സപ്പെടുത്തിട്ട് ഞങ്ങൾ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഓഫീസിന്റെ മുന്നിലാണ് ഈ കംപ്ലീറ്റ്, അതിൻ്റെ ഇടയിൽ കൂടെ നഗരസഭയുടെ ഒരു കാറും. അപ്പം നമ്മൾ ഈ സാധാരണക്കാരായ പ്രായപ്പെട്ട ഈ ചില ആൾക്കാർ ചില ആവശ്യങ്ങൾക്ക് 1-2 ദിവസമാണ് ചില കാര്യങ്ങൾക്ക് പോണത്. ഈ പോകുന്ന സമയത്ത് ഈ വണ്ടിയൊക്കെ ചാടിക്കടന്ന് മറിഞ്ഞ് ഞാൻ 2-3 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അത് കണക്കിലെടുത്തിട്ടില്ല. അതുപോലെ വളരെ ഇനിയെങ്കിലും അത് ചെയ്യണം, വളരെ നല്ലതാണ്. 1. 2, ഏറ്റവും കൂടുതൽ സ്പോർട്സ് സ്പിരിറ്റിൽ വന്നിട്ട് കടപ്പുറത്ത് നിന്നുള്ള ടീമുകളായിരുന്നു. നമുക്കറിയാം എത്രയോ ക്ലബ്ബുകാരുണ്ടായിരുന്നു. അതിന് വേണ്ട ഒരു സൗകര്യം അവർ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഫിഷറീസ് ഞങ്ങൾക്ക് പോയി കളിക്കാൻ പറ്റുമോ? ഈ ക്ലബ്ബുകാർക്ക് കളിക്കാൻ പറ്റുമോ? അതേപോലെ അന്ന് ഒരു കാലത്ത് കഴിയായിരുന്നു. ശൈശവം എന്നല്ല അവിടെ ഒരു ശൈശവത്തിൽ നിന്നല്ല വന്ന് എത്രയോ കാലമായി അവർ തന്നെയാണ് ഭരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് വശത്ത് നല്ല പരന്ന പാടുണ്ടായിരുന്നു. അവിടെ 20 ആൾക്കാരൊക്കെ ഒന്ന് കളിച്ച് വില കുറഞ്ഞ് വാങ്ങാൻ പറ്റിയായിരുന്നു. 2, ഈ നമ്മുടെ പാടങ്ങൾ, ഇപ്പൊ നമ്മളെ ശോഭപറമ്പ് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ, പന്തക്കൽ പാടങ്ങളൊക്കെ നല്ല പാടങ്ങളായിരുന്നു. അത് ആ കനാലിത്തോട്, പാലക്കുരിത്തോടൊക്കെ പൊട്ടിയിട്ട് മണ്ണ് വന്ന് തൂർന്നിട്ട് തെങ്ങുകൾ വെച്ച് നശിച്ച് ഇന്ന് കളിക്കാൻ സ്ഥലമില്ല. നന്നായിട്ട് കളിച്ചിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ മാർക്കറ്റിൽ മീൻ മാർക്കറ്റ് പറയപ്പെടുന്ന മീൻ മാർക്കറ്റ് താനൂർ ടൗണിലാ. ഇന്ന് മീൻ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിലാണ് കംപ്ലീറ്റ്. ഞങ്ങൾ വൈകുന്നേരം പോയേക്കണോ, നടക്കാൻ പറ്റൂല, സ്മെല്ലും എല്ലാം കൂടെ ആയിട്ട്. ഈ സംവിധാനമൊക്കെ ഒന്ന് മാറ്റിയാൽ താനൂർ നല്ലൊരു ശുചിത്വമാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ
നഗരസഭയിൽ ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല, ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ട്. അതാണ് കഴിഞ്ഞ ഭരണസമിതി യാഥാർത്ഥ്യമാക്കിയതായിരുന്നു ഒരു പുതിയ ബസ് സ്റ്റാൻഡ്. നേരത്തെ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ റോട്ടിൽ നല്ല രീതിയിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് ഒരു ബസ് സ്റ്റാൻഡ് അവിടെ നിലനിന്നിരുന്നു. അതിനുശേഷം ആ കഴിഞ്ഞ ഭരണസമിതി പുതിയൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടപ്പിലാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുക്കാനും ബസ്സുകൾക്ക് കൊണ്ടുവരാനും സൗകര്യമൊരുക്കുകയും ഞങ്ങൾ ഈ വന്ന ഭരണസമിതിയായിരുന്നു. അതിൽ തെക്ക് ഭാഗത്തുള്ള എൻട്രൻസ് കിട്ടേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയ സമയത്ത് പഴയ ബസ് സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡാക്കാൻ നടപടിയെടുത്തപ്പോൾ തടഞ്ഞ വ്യക്തികളാണ് ഇന്ന് നമ്മളിവിടെ ഭരിച്ചിരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ. അവിടെ ആ ടാക്സി സ്റ്റാൻഡ് പോലും യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ തടസ്സം എതിര് നിൽക്കുകയാണ്. എന്നിട്ടാണ് പറഞ്ഞത് നമ്മൾ അവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ടാക്കുന്നില്ല. പറയാൻ മതില്ലേ അതിലേക്ക്. അപ്പൊ താനൂർ നഗരസഭയിലേക്കുള്ള നഗരസഭ നേരത്തെ പഞ്ചായത്തിന് അടിമുടി മാറ്റിയിട്ടല്ലല്ലോ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ പഴയ കാലത്തെ കെട്ടിടങ്ങളും സംവിധാനങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ കടകളിലേക്ക് വരാനുള്ള ആളുകൾ ബൈക്കുകളും സാധനങ്ങളൊക്കെ സൈഡിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പുതിയ പാർക്കിംഗ് സംവിധാനങ്ങൾ പലയിടത്തും വലിയ ടൗണിലൊക്കെ ചെന്ന് നോക്കിയാൽ എല്ലായിടത്തും പേ പാർക്കിംഗ് സംവിധാനങ്ങളാണ്. അപ്പോൾ പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഇപ്പോൾ താനൂർ നഗരസഭയിൽ മൂന്നിടങ്ങളിലുണ്ട്. അതിന് ആളുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ ഇല്ലോ എന്നുള്ള മറ്റൊരു കാര്യം. അവിടെ നഗരസഭയിലേക്ക് വരുന്ന സ്ഥലങ്ങളിലേക്ക് കൗൺസിലർമാരുടെ വണ്ടികളൊന്നും അതിനകത്തേക്ക് ഇടുന്നില്ല. അപ്പുറത്തെ സംവിധാനം ഇപ്പോൾ നമ്മളതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലം അതിനുവേണ്ടി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, വാഹനങ്ങൾ നിർത്താനും ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള ഭൂമിയും ഇതിനനുസരിച്ചുള്ള രീതിയിൽ പാർക്കിംഗ് സംവിധാനത്തിലേക്ക് നമ്മൾ കണ്ട് പരിമിതികൾ മാറ്റുന്നതിന് വേണ്ടി അവിടെ വിളിച്ചു. ഓക്കെ, അത് അദ്ദേഹം പറഞ്ഞൊരു ഉറപ്പ്. ഇനി എന്തായാലും പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ് അത് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ മത്സ്യം വിൽക്കുന്നത് അങ്ങാടികളിലാണ്, അതൊരു ശുചിത്വ പ്രശ്നം കൂടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് നഗരസഭയുടെ പ്രവൃത്തി സമയം. ഈ സമയങ്ങളിലൊന്നും ഈ പറയുന്ന ഇടങ്ങളിൽ മാർക്കറ്റ് എവിടെ പുറത്ത് നടക്കുന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. മാർക്കറ്റ് നടക്കുന്നത് മുഴുവനും PPP സംവിധാനത്തിലെ ബീച്ച് റോഡിലുള്ള നഗരസഭയുടെ സ്വന്തം അനുമതിയിൽ അധീനതയിലുള്ള മാർക്കറ്റിലാണ് നടക്കുന്നത്. അനധികൃതമായി തെരുവ് കച്ചവടം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തെരുവ് കച്ചവടത്തെ രാജ്യത്തെ ഏറ്റവും വലിയ നിയമമാണ് തെരുവ് കച്ചവടം. പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞല്ലോ, NDA സർക്കാർ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അവരുണ്ടാക്കിയ ഏറ്റവും വലിയ നിയമമാണ് തെരുവ് കച്ചവടം. തെരുവ് കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്, അവരെ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. അതുകൊണ്ട് അങ്ങനെ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരു അപേക്ഷ തന്നാൽ അത് പോയി പരിശോധിക്കുകയും പരിശോധനയുടെ യാഥാർത്ഥ്യമെന്ന് തോന്നിയാൽ നഗരസഭയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ ലിമിറ്റേഷൻസിനകത്ത് വെച്ച് അവർക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് നിയമമാണ്. അതുകൊണ്ട് തെരുവ് കച്ചവടങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ മാർക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയുള്ള എന്തായാലും ശുചിത്വം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അത് അത്തരം കച്ചവടങ്ങളെല്ലാം നടക്കണമെന്ന ഒരു താല്പര്യമാണ് നമുക്ക് വേണ്ടത്. അടുത്തതായി എനിക്ക് തോന്നുന്നത് അനിൽകുമാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. UDFന്റെ പ്രതിനിധി. നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ സാറിൻ്റെ വികസനം 934 കോടി. ആ കോടിയിൽ താനൂർ കാട്ടിലങ്ങാടി സ്കൂളിലെ സ്റ്റേഡിയം ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ സ്കൂളിൻ്റെ പരിപാടികൾ നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അവിടെ ഒരു നീന്തൽക്കുളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ? ആരെങ്കിലും അതിൽ നീന്തിയിട്ടോ കുളിച്ചിട്ടോ ഉണ്ടോ? നീന്തൽ പഠിച്ചിട്ടുണ്ടോ? അതുപോലെ ദേവദാർ പാലം കഴിഞ്ഞ പാടെ ഒരു ക്രിസ്റ്റൽ വാട്ടർ എന്നൊരു 5 ലക്ഷം റുപ്യേൻ്റെ പദ്ധതി 3-4 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം ലഭിച്ചിട്ടുണ്ടോ? മുൻ ചെയർമാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് പറയണമെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് കൊടുത്ത് MLA എന്നാണ്. നഗരസഭയിൽ ചില പ്രദേശം മാത്രം ആവശ്യമുള്ള സ്ഥലം, നഗരസഭയുടെ എല്ലാ സ്ഥലങ്ങളും ആവശ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഒരു പ്രദേശത്ത് ഇന്ന പ്രദേശമൊന്നുമില്ല. അവിടെ റോഡുകൾ, നിരവധി റോഡുകൾ കൊടുത്തിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ. ഞാൻ വായിക്കാൻ നമുക്ക് 1 മണിക്കൂർ സമയം എടുക്കും. അത് കൃത്യമായി രേഖയായിട്ടാണ് വന്നത്. അപ്പം അത് ശരിയായിട്ടുള്ള സമീപനമല്ല. എവിടെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്നതാണ്. ആവശ്യം എങ്ങനെ ഉണ്ടാവുന്നത്? ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ജനപ്രതിനിധി പെരുമാറുക. അപ്പൊ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് റോഡുകൾ കൊടുത്തിട്ടുള്ളത്. അത് വിവിധ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപ ആ രീതിയിൽ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ തെരുവ് കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാ. തെരുവ് കച്ചവടക്കാർക്ക് ഞങ്ങളാരും എതിരല്ല. ഞങ്ങൾ പ്രശ്നം എന്താ വെച്ചാൽ തെരുവ് കച്ചവടക്കാരെ ഏകീകരിക്കണം. തെരുവ് കച്ചവടക്കാർക്കായിട്ട് ഒരു പ്രദേശം ചൂണ്ടി കാണിച്ചു കൊടുത്ത് ഇതാണ് നിങ്ങളുടെ സ്ഥലം, ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി പറയണം. അതിന് കഴിയില്ല. ഇപ്പൊ പറയണമെന്ന് വെച്ചാൽ നഗരസഭയുടെ തൊട്ട് മുമ്പിലാണ് മീൻ വിൽപ്പന. ആളപ്പോ ഒന്ന് കാണിച്ചു തരാം. നഗരസഭ രാവിലെ 8 മണിക്ക് കൊടുക്കും മീൻ വിൽപ്പന. നഗരസഭയുടെ മുമ്പിൽ കിഴക്ക് ഭാഗത്തൊന്ന്, പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊന്ന്. ഈ 2 മീൻ വിൽപ്പന. ഞാൻ താനൂരുകാരനാണ്, ഞാൻ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളാണ്. എനിക്കറിയാം ആരാ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അത് കച്ചവടം ചെയ്യണില്ല എന്നുള്ള വാദം പറയുന്നത് ശരിയല്ല. ആ കച്ചവടക്കാരെ പിന്നെ അവിടുന്ന് മാറ്റാനോ അവർക്കൊരു മാർക്കറ്റ് സംവിധാനം ഏർപ്പെടുത്താനോ നഗരസഭ കഴിയണില്ല. വീഴ്ചയാണ്. കൃത്യനിർവഹണത്തിൽ വലിയ വീഴ്ച എടുത്താണ്. ഒരു ദീർഘവീക്ഷണത്തിലുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല. അത് നടപ്പിലാക്കാൻ ആരാണ് എതിര്? ഇടതുപക്ഷം പറഞ്ഞു. എതിരാണെന്ന് പറഞ്ഞോ? അവിടെ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് ആരുതാ? ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ ഭൂമിയല്ല, PWയുടെ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കുമല്ലോ. അവിടെ നിങ്ങൾ എങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക? അത് കഴിയില്ല. നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നോക്ക്.
MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചിട്ടുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ ഇതായിരിക്കും, താനൂരായിരിക്കും. എന്ത് ഇവരാണ് നടക്കാരുന്നത്? MLA ഉണ്ട്, MP ഉണ്ട്, എല്ലാ പ്രദേശവും അടക്കി ഭരിച്ച ആളുകളാണ് ഇവര്. ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് താനൂർ പട്ടണത്തിൽ കാണാം, അബ്ദുറഹ്മാൻ കൊണ്ടുവന്നതാണ്. അപ്പൊ ആ രീതിയിലേക്ക് എടുത്ത് പരിശോധിച്ചാൽ എത്ര കോടി ചെലവഴിച്ചു ചോദിച്ചാൽ കളിയാക്കിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്. കളിയാക്കി ഞാൻ ബഹുമാനപ്പെട്ട ലീഗ് പ്രതിനിധിയെ എന്റെ കൂടെ ക്ഷണിക്കുന്നു. ഈ വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ച് തൊട്ട് കാണിച്ചു തരാം. നിങ്ങൾ എന്റെ കൂടെ വരണം. തയ്യാറ മേൽപ്പാലം എത്ര കോടി രൂപ ചെലവിൽ നിർമ്മിച്ചത്? ആ തയ്യാറ മേൽപ്പാലത്തിന്റെ പണി അല്പം വൈകിയപ്പോ ഏതെല്ലാം രീതിയിലുള്ള സമരം ആ ഒരു ജനപ്രതിനിധിയെ ആ തെരുവിലിട്ട് അലക്കല് ചെയ്തത്. ഒരു ജനപ്രതിനിധി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോ ചെറിയ കാലതാമസം വന്നു. അതിന് നിരന്തരമായ സമരം, ബിരിയാണി വെപ്പ് സമരം, കഞ്ഞി വെപ്പ് സമരം, ഒറ്റക്കാലിൽ സമരം, എന്തെല്ലാം സമരം നടത്തി. ഇനി ചോദ്യത്തിൽ അപ്പൊ അതിലേക്ക് വരാം. സ്റ്റേഡിയത്തിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ. നഗരസഭ എടുത്ത് പരിശോധിച്ചു. നഗരസഭയ്ക്ക് സ്റ്റേഡിയം ഉണ്ടോ? നഗരസഭ സ്റ്റേഡിയം എവിടെ? നഗരസഭ പിന്നെ ടൗൺ ഹാൾ എവിടെ? ഒരു കോൺഫറൻസ് ഹാൾ വേണ്ടേ ഒരു നഗരസഭയ്ക്ക്? അപ്പൊ പറയും നഗരസഭന്റെ മേലുണ്ട്. അതല്ല, ഇപ്പൊ തിരുവന്ന നഗരസഭ ടൗൺ ഹാൾ കാണാം, പെരിന്തൽമണ്ണ പോയാൽ കാണാം ടൗൺ ഹാൾ കാണാം. നഗരസഭയ്ക്ക് ഒരു ടൗൺ ഹാൾ പോലും സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതേപോലെ തന്നെ മറ്റു പദ്ധതികളിലേക്ക് വരുന്നില്ല. അപ്പൊ സ്റ്റേഡിയം എവിടെയെന്ന് ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടി കഴിയില്ല. ഏറ്റവും കൂടുതൽ നേരത്തെ BJPയുടെ പ്രതിനിധി ഇവിടെ ചർച്ച പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കലാകാരന്മാർ, ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ, മറ്റു കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുള്ള താരൂര്, അതിൽ ഏറ്റവും കൂടുതൽ തീരദേശത്താണ്. ആ തീരദേശത്തെ 16 വാർഡുകളിലും ഭൂരിപക്ഷത്തോട് ജയിക്കുന്നത് ലീഗാണ്. ആ പ്രദേശത്ത് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവിടെ സ്റ്റേഡിയം ഉണ്ടെന്നാണ്, സ്കൂൾ ഗ്രൗണ്ട് സ്റ്റേഡിയം ആണെന്നാണ് ഇവർ പറയുന്നത്. ആ പുറമ്പോക്ക് ഭൂമി, എവിടെ പുറമ്പോക്ക് ഭൂമി ചോദിച്ചു. ഞങ്ങൾ പുറമ്പോക്ക് ഭൂമിയിലേക്ക് മാർച്ച് നടത്തി മുനിസിപ്പാലിറ്റി ഓഫീസിന് മുമ്പിൽ പോലീസ് നടഞ്ഞു. ചന്തപ്പറമ്പ് എന്ന് പറയുന്ന 33 സെന്റ് ഭൂമി അവിടെ ഇപ്പോൾ സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. താനൂർ ഗവൺമെന്റ് ആശുപത്രിന്റെ അടുത്ത് 16 സെന്റ് ഭൂമി സർക്കാർ സ്ഥലമെന്ന് പറഞ്ഞ് സർക്കാർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് ഭൂമി പൂരപ്പുഴ മുതൽ മറ്റേ ഈ കേക്ക് ഭാഗത്തുള്ള സ്ഥലമുണ്ട്, ഓലപ്പീടിയുള്ള സ്ഥലമുണ്ട്, ആ സ്ഥലത്തുണ്ട്. പിന്നെ ഭൂമി ഇല്ല എന്നുള്ള വാദം പറഞ്ഞത് തെറ്റായ. സ്റ്റേഡിയത്തിന്റെ 2 സ്റ്റേഡിയങ്ങൾ താനൂർ നഗരസഭക്കകത്ത് നിർമ്മിച്ചു. ഒന്ന് ബിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിനകത്തും ഒന്ന് കാട്ടിനങ്ങാടിയിലും. കാട്ടിനങ്ങാടിയിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റേഡിയം നീന്തൽക്കുളം അടക്കമുള്ള ആധുനിക സജ്ജീകരണത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടതാണ്. ആ നിർമ്മാണത്തിന്റെ അതിനുശേഷം നടന്നിട്ടുള്ള പ്രവൃത്തി എന്ന് വെച്ചാൽ അത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കാലതാമസം, ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നത് സംബന്ധിച്ച് അതിന്റെ കമ്പനി അടക്കമുള്ള ആളുകൾ, നിർമ്മിച്ചിട്ടുള്ള ആളുകളുടെ നിർമ്മാണ പ്രവൃത്തി അടക്കമുള്ള ആളുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നമുണ്ട്. ആ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കും. പക്ഷെ നഗരസഭയ്ക്ക് ഇതിൽ എന്താ റോള്? നഗരസഭ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നുണ്ടോ? 2 സ്റ്റേഡിയം ഞങ്ങൾ നിർമ്മിച്ചു. ആ സംസ്ഥാന ഗവൺമെന്റ് നിർമ്മിച്ച സ്റ്റേഡിയത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നവീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് നഗരസഭ പറയില്ല. കാരണം എന്താ? അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ജനപ്രതിനിധിയെ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ തോൽപ്പിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ അംഗീകരിക്കില്ല വാദമാണ്. ഒരു ചോദ്യം കൂടി ഞങ്ങൾ ചോദിക്കട്ടെ. നഗരസഭയുടെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ അബ്ദുറഹ്മാൻ ഉദ്ഘാടകനായി ഒരു പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ടോ? നാളിതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാണ്, മറുപടി പറഞ്ഞിരിക്കുന്നു. അടുത്ത NDA പ്രതിനിധി ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. LDF പ്രതിനിധികൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, രാജീവ് മാസ്റ്ററോട് വല്ല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന്. ബഹുമാനപ്പെട്ട രാജീവ് മാഷും ഞാനും ഒരു വാർഡിൽ ബേസ് ചെയ്തിരിക്കുന്ന ആളുകളാണ്, പര്യാപര അപ്പുറത്തുമായിട്ട്. അങ്ങോട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർഡിന് മുനിസിപ്പാലിറ്റിക്കകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി ഫണ്ടുകൾ മുനിസിപ്പാലിറ്റിക്കകത്ത് വരുന്നുണ്ട് എന്നാണ്. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചെറിയ ചോദ്യം. രാജ്യസഭാ MP-കളുടെയും അതുപോലെ തന്നെ നിലവിലുള്ള MP-മാരുടെയൊക്കെ ഫണ്ട് ഉപയോഗിച്ച് വാർഡ് തലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. നമ്മളെ വാർഡ് 2ാം വാർഡ് കൂടി കണ്ടിട്ടുള്ള ഭാഗമാണ്. ഗണപതിങ്കാവ് മുതൽ അംബേദ്കർ കോളനിയുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ. ഒരു ഗർഭിണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡ് പകുതി എത്തുമ്പോഴത്തേക്ക് പ്രസവവും മരണവും നടക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് നന്നാക്കാൻ ഈ BJPയുടെ രാജ്യസഭാ MP-യുടെ ആരുടെയെങ്കിലും ഒരു ഫണ്ട് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. തീർച്ചയായും ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, BJPക്ക് കേരള നിയമസഭയിൽ നിന്നുള്ള രാജ്യസഭാ MP-മാരല്ല, 3 MP-മാരുണ്ട് ഞങ്ങൾക്ക്. PT ഉഷ ഉൾപ്പെടെ 3 രാജ്യസഭാ MP-മാരുണ്ട്. തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ എല്ലാ പാർട്ടിക്കാർക്കും രാജ്യസഭാ MP-മാരുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഉണ്ടോ? അടുത്ത ചോദ്യം NDA പ്രതിനിധിയോട് ചോദ്യങ്ങളുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അവസാന സെഗ്മെന്റിൽ തീപാറുന്ന ചർച്ചകൾ നടന്ന ഒരു സെഗ്മെന്റിന് ശേഷം അവസാന സെഗ്മെന്റിലേക്ക് നടക്കുകയാണ്.